അടയാളം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ലിമിറ്റഡ് എന്ന് പറയുന്ന ടാഗ് ലൈനിലാണ്. എന്ത് കാര്യമായാലും നമ്മൾ ആ ലിമിറ്റിൽ നിന്നുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു ക്രൂവിനെയാണ് ആദ്യം ഫോം ചെയ്തെടുത്തത്. സോ ആ ക്രൂ ആണ് ആക്ച്വലി അടയാളത്തിൻ്റെ എൻഡ് ടു എൻഡ് പ്രോസസ്സിൻ്റെ സക്സസ്സിന് ബേസായിട്ടുള്ളൊരു റീസൺ. ഷൂട്ടിൻ്റെ ടൈമായാലും എല്ലാവരും അവരുടെ ജോബിന് അപ്പുറമുള്ള ഒരു സ്റ്റേജിലേക്ക് അവരുടെ വർക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അത് ടൈമാവാം, വർക്കിംഗ് ഷെഡ്യൂൾസ് ആവാം, വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആകാം, എല്ലാം അവർ ക്രോസ് ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്തു. സോ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ക്രൂവിൻ്റെ എഫേർട്ടാണ് ആക്ച്വലി അടയാളത്തിൻ്റെ എൻഡ് റിസൾട്ട്. പ്രൊഡക്ഷൻ ടൈമിൽ ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ ലിമിറ്റ് ബാധിക്കുന്നത് കൊണ്ടായിരുന്നു. ബിക്കോസ് ഒരു 2 ദിവസത്തെ പോലീസ് സ്റ്റേഷൻ ഷെഡ്യൂൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലാണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് വരുന്നത്. അപ്പോൾ അത് തന്നെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ ഷൂട്ട് നീണ്ടുപോയി. ആ ടൈമിൽ പോലും നമുക്ക് അതിനെ സ്കിപ്പ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഓപ്ഷൻ ഡിവിഷൻ ചെയ്ത് നമുക്ക് ആ ഷോട്ട് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സെക്കൻഡ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങളത് ചിന്തിച്ചിട്ട് പോലുമില്ല. സിംഗിൾ ഷോട്ട് പ്ലാൻ ചെയ്തു. ആ സിംഗിൾ ഷോട്ട് എടുക്കാൻ നമുക്ക് ഒരു ഫുൾ ഡേ വേണമെങ്കിൽ പോലും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയായിരുന്നു. അപ്പോൾ സോ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ എന്ത് ചെയ്യും എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റോറിയാണ്. സോ അതിലോട്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. സിംഗിൾ ഷോട്ടാണ് പ്ലാൻ ചെയ്തത്. സോ അത് വേണം എന്നുള്ള എല്ലാവരുടെയും ഒറ്റ തീരുമാനത്തിലാണ് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തത്. സോ അത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ പോയി, ഒരു 5-6 ടേക്കിൽ കംപ്ലീറ്റായി. ഞങ്ങളെല്ലാവരും കണ്ട് ആ പോലീസ് സ്റ്റേഷനും നമ്മളൊരു ആക്ച്വലി 2 ദിവസം കൊണ്ട് നമ്മൾ പണിതെടുത്ത ഒരു സെറ്റപ്പാണ്. നമ്മളെ വെളിയിലെ യൂത്ത് ഹോസ്റ്റലിനെ നമ്മൾ മൊത്തത്തിൽ പൊളിച്ച് വേണം നമ്മളൊരു പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയതാണത്. അപ്പോൾ അതിന് നമ്മളെ ടീം അരുൺ, സന്തോഷ് ഏട്ടൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മളതിൽ സ്റ്റാർട്ടിങ്ങിലുള്ള സിംഗിൾ ഷോട്ട് ആണെങ്കിൽ പോലും ആ ശരത്തിനൊരു വിഷൻ ഉണ്ടായിരുന്നു, അത് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ വിഷന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ എൻറ്റയർ പോലീസ് സ്റ്റേഷൻ നമ്മൾ അങ്ങനെ ഓരോരോ പരിപാടി നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. സെല്ലാണെങ്കിലും ആ ഡോറാണെങ്കിലും എല്ലാ പോർഷനും നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുക. കാര്യം അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ ബഡ്ജറ്റാണ്. നമ്മളെ ബഡ്ജറ്റ് വളരെ ടൈറ്റായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് നമ്മളിത് ഫുൾ പരിപാടി മൂവ് ചെയ്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഷോട്ടുകൾ എത്ര ഷോട്ട് വയ്ക്കുന്നോ അതിനുള്ള സ്ഥലം മാത്രമേ നമ്മൾ ഫുൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് ആർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മളെ അറ്റോമിക്കിൽ വന്നിട്ട് നമ്മൾ ഓഫീസ് സെറ്റപ്പ് ചെയ്താൽ പോലും അത് നമ്മൾ ഓഫീസിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ ഫുൾ ചീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു സിഇഒയുടെ ഓഫീസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് ടൈലർ ചെയ്ത് എടുത്തൊരു സാധനമാണ്. പ്രൊഡക്ഷൻ ഓൺ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ടൈമിൽ എഡിറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് ആയാലും മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസിലായാലും ലൈക്ക് എന്തായിരുന്നു ലിമിറ്റ്, ആ ലിമിറ്റിൽ എത്തിച്ചത് കൊണ്ട് അവരുടെ ബാക്കപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം ഒരു 9 മണിയായി കാണും. ഇവിടെ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ID പഞ്ചിങ് അല്ലേ? ആരാത് ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, സ്റ്റാഫുണ്ട് സാർ. CCTVയോ? അതും രാഹുലിൻ്റെ സെക്ഷനാണ്. ആക്ച്വലി ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പോൾ
ഞാൻ സത്യത്തിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞാൻ ഉറക്കമായിരുന്നു. ഞാനൊരു ടേബിളിൻ്റെ അടിയിൽ ഒരു സേഫ് സ്പോട്ടെല്ലാം കണ്ടുപിടിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. കാര്യം അതിന് മുന്നേ AD-ആയിട്ട് വർക്ക് ചെയ്തു, ഇച്ചിരി ടയേർഡായി. സീനിൻ്റെ ടൈമായപ്പോൾ ഞാൻ നല്ല ഉറക്ക ക്ഷീണമായി പോയി. ഇവരെല്ലാം അന്വേഷിച്ച് എന്നെ കണ്ടുപിടിച്ച് ഞാൻ പ്രോപ്പർലി വന്ന് സീനിൽ പ്രിപ്പയർ ആയിരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, ഫുൾ കട്ടായിരുന്നു. ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ക്യാമറയിൽ അത് ഒട്ടും എവിഡൻ്റ് അല്ലായിരുന്നു. അപ്പം AD-മാർ നമ്മുടെ പയ്യന്മാരെല്ലാവരും വന്ന് പറഞ്ഞു അത് ഓക്കെ അല്ല, സെറ്റാവുന്നില്ല. ലാസ്റ്റ് നമ്മളെ രാഹുലേട്ടൻ പോയതിന് ശേഷമാണ് നമ്മുടെ AD-ആയ അനന്തുവിനെ കോസ്റ്റ്യൂമിലിരുത്തി സജഷൻ വെച്ചാണ് എൻ്റെ ഷോട്ട് ഫുള്ള് ഞാൻ ഓക്കെ ആയതിനു ശേഷം സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തത്. അത് എൻ്റെ വലിയ മിസ്റ്റേക്കാണ്. പക്ഷേ നമ്മുടെ ഷൂട്ട് അത്രയും ടൈറ്റായിരുന്നു ഒന്നാമത്തെ കാര്യം. കാര്യം ഒരാൾ ഒരു റോള് മാത്രമല്ല ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ AD-ആയിരുന്നു, അതേപോലെ തന്നെ ഞാൻ ഇതിൽ നന്ദു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു ക്രൂഷ്യൽ റോളായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നു നമ്മുടെ ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് ജോബ്. ഈ പറഞ്ഞ സിംഗിൾ ഷോട്ടിൻ്റെ കാര്യമായാലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് VFX പാർട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. VFXൻ്റെ മെയിൻ ചലഞ്ചിങ് പാർട്ട് അതിൻ്റെ ഫസ്റ്റ് ഓപ്പണിംഗ് സിംഗിൾ ഷോട്ടാണ്. അത് ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റോളം ഉണ്ട്. ലൈറ്റിങ്ങും കുറേ കേബിൾസും ഷാഡോസ് അതൊക്കെ മാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ VFXൽ മാറ്റാനായിരുന്നു നമ്മുടെ പ്ലാൻ. ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ ഇത് ഈ 4K ഫുട്ടേജ് 8 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ അതായിരുന്നു അടയാളത്തിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ട്. മലയാളത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വർക്കുകളിലെല്ലാം ഞാൻ ഇൻവോൾവ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് സത്യം പറഞ്ഞാൽ അനന്തു വിളിച്ചിട്ട് എടാ ഇങ്ങനെ ഒരു പാട്ടിന് ലിറിക്സ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ലിറിസിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ ചെറിയ രീതിക്ക് അവിടെ ഇവിടെ ഓരോ പരിപാടി ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ലിറിക്സ് വരുന്നു. ചെറിയ പാട്ട് ആദ്യം ഒരെണ്ണം ട്രൈ ചെയ്തു, അത് വർക്കൗട്ടായി. രണ്ടാമത് നമ്മുടെ മെയിൻ പാട്ടായ രാവേ പതിയെ അത് ട്രൈ ചെയ്തു. അത് രണ്ടും ഒരു കറക്ഷൻ പോലും ഇല്ലാണ്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ ഫിക്സായി. നോർമലി വർക്ക് ചെയ്യുന്ന പോലെ ഒരു സ്ട്രാറ്റജി അല്ലേ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ. നോർമലി ഞാനും അമലും ഒരു വർക്ക് സ്പേസിലായിരിക്കും നിന്ന് വർക്ക് ചെയ്യുന്നത്. അനന്തു എനിക്ക് ഒരു വോക്കൽ എനിക്ക് പാടി വെച്ചെന്നായിരുന്നു. കേട്ടപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു വെറൈറ്റി സാധനം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ. അങ്ങനെ കുറച്ച് ജോണസിനെ കേൾക്കാൻ തുടങ്ങി. അത് ലിറിക്കും കൂടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ലിറിക്ക്. പിന്നെ ഞാൻ ട്രാക്ക് ഓരോ എലമെൻ്റ് ആഡ് ചെയ്ത സമയത്ത് എനിക്ക് ആ ലിറിക്ക് കേട്ടപ്പോൾ സെറ്റായിരുന്നു. ഇതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ ഞാനും അവനും ഇരുന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്ത ഒരു വർക്കാണ്. കാരണം നമ്മുടെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് ഞാനും അവനും ചെയ്ത് അത് ഡയറക്റ്റിനെ കേൾപ്പിച്ചത് ഓക്കെ ആക്കി എടുക്കുന്ന ടൈമും നമ്മൾ നോർമലി ചെയ്യുന്നതിനെക്കാട്ടി ഭയങ്കര ഡബിളായിരുന്നു. അധികം ഭയങ്കര പ്രാവണ്യമാവാത്ത വാക്കുകളും അതേപോലെ തന്നെ നമ്മൾ സാധാരണ സംസാരിക്കും പോലെയുള്ള വാക്കുകൾ വെച്ചിട്ട് തന്നെ പാട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടയാളത്തിലെ കുറേ എലമെൻറ്റ്സും കാര്യങ്ങളും എനിക്ക് അതിൽ പിച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് രാവേ പതിയെ എന്ന് പറയുന്ന പാട്ടിൽ എനിക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അത് നമ്മുടെ ക്രൂവിനും അതേപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിനും കറക്റ്റായിട്ട് വർക്കൗട്ടായി. അടയാളത്തിൻ്റെ കാസ്റ്റിങ്ങിൽ നമ്മൾ കൂടുതലും ഓഡീഷനിൽ നിന്നുള്ള ആൾക്കാരെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് പേരെ മാത്രമാണ് നമ്മളല്ലാണ്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ പല സൈഡിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഓഡീഷന്. ഇപ്പോൾ ഓഡീഷൻ മുതൽ എനിക്ക് പുതിയ എക്സ്പീരിയൻസസ് ആണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഓഡീഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ല പെർഫോമൻസ് ചെയ്തവരും നമ്മുടെ ക്യാരക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്നവരെയാണ് ഇതിന് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം മൊത്തത്തിൽ നടന്നത്. അപ്പോൾ കാസ്റ്റിങ്ങിലായാലും നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ കൂടുതലും ഓഡീഷനിൽ നിന്നുള്ള ആൾക്കാരാണ് എടുത്തത്. നമുക്ക് ഒരുപാട് വലിയ കാസ്റ്റിങ്ങിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് റിക്വയർമെൻറ്റ് നമ്മൾ ഓപ്പണായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടും. സോ അത് ആക്ച്വലി അടയാളത്തിൽ ഇന്നായിരുന്നു. ലാസ്റ്റ് ടൈമിൽ പല ആക്ടേഴ്സിനും എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ
ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എത്തിക്കാനായിട്ട് പാടുപെട്ടു. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ വർക്ക് എനിക്കൊരു പുതിയ ക്രൂവിനെ തന്നൊരു വർക്കാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവി ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്പോൾ എനിക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ കോണ്ടാക്ട്സ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് കൂടുതൽ വർക്കും ഒറ്റയ്ക്ക് നിന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ടീം എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ഫിലിം അല്ലെങ്കിൽ ഈ വർക്കെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു നല്ലൊരു ടീം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അടയാളത്തിനെ സംബന്ധിച്ച് കോസ്റ്റ്യൂമും മേക്കപ്പും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയായിരുന്നു. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ഫാക്ടേഴ്സ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതും ലാസ്റ്റ് മിനിറ്റ് നമുക്ക് 2-3 കാസ്റ്റുകൾ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കോസ്റ്റ്യൂംസ് നമുക്ക് ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വന്നത്. സോ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളും ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളും പർച്ചേസും കാര്യങ്ങളുമായിട്ട് അതിൻ്റെ ബിഹൈൻഡ് പോകുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. ഇനി ഒന്നും ഒളിക്കാൻ നിൽക്കണ്ട, നിന്റെ നെഞ്ചത്ത് അതിനുള്ള തെളിവുണ്ട്. ഷൂ ചവിട്ടിയതായിട്ടൊരു പാട്, അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഷൂ തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു. അത് വെച്ച് തന്നെയാണ് നമ്മളത് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനെ ഒന്ന് ബ്ലൂ പ്രിൻ്റ് ചെയ്തൊക്കെ എടുത്തിട്ടാണ് അവരുടെ ചെസ്റ്റിലൊക്കെ വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തെടുത്തത്. അപ്പം പിന്നെ നമ്മുടെ സുബിൻ ആൻഡ് സൗമ്യ, എൻ്റെ 2 അസിസ്റ്റൻസും കൂടെ അവർ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ഈ അടയാളം എന്ന് പറയുന്ന വെബ് സീരീസ് എനിക്ക് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റി. ടുവേഴ്സ് ദ എൻഡ് ആയിട്ട് പോലും PR ഹാവ് ഡൺ എ റിയലി അമേസിങ് ജോബ്. ആ ഒരു പുള്ള് കൊണ്ട് ഞങ്ങൾക്ക് മാക്സിമം അടയാളം റീച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാനിങ് ചെയ്യാനുള്ള പ്രത്യേക ഒരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ ആദ്യം എപ്പിസോഡ് ഒരുമിച്ച് റിലീസ് ചെയ്യണോ അതോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിലീസ് ചെയ്യണോ, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്ക് പ്രിവ്യൂ കിട്ടാത്തത് കൊണ്ട് അത് ഏത് രീതിയിൽ ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ചെറിയൊരു ടൈം പീരീഡിൽ തന്നെ നമ്മുടെ ടീം എല്ലാം ഒരുമിച്ചിരുന്ന് ചെയ്തു. ഇതിൽ മാത്രമല്ല എനിക്ക് പ്രത്യേകം പറയാനുള്ളതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ടീം അത് ഒരുപാട് ടൈം എടുത്താണ് അവർ ചെയ്തത്. കാരണം അത് ഒരാളിരുന്നാണ് ഇതിന് വേണ്ടി എഫോർട്ട് ഇട്ട് അതുപോലെ ചെയ്തത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ VFX പാർട്ടും അത് നമുക്കൊരു വലിയൊരു എൻ്റർ ടീമായിട്ടിന്ന് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സൂപ്പർവൈസർ അനുണ്ട്, VFX സൂപ്പർവൈസർ. ആ പുള്ളിയാണ് ഇതിൻ്റെ പിറകെ നിന്ന് കുറേ നോക്കി നിന്ന് ഏതാണ്ട് അത്യാവശ്യം നല്ല ടൈം എടുത്ത് പറ്റുന്ന രീതിയിൽ പുള്ളി അതിൻ്റേതായ രീതിയിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്.